ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ ജിതിൻ. നമ്മുടെ കേഡറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ കേഡറ്റ് അല്ലെ, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് ടെറ്റിനെ പറ്റിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ഈ അടുത്തിടെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട സുപ്രീം കോടതി വിധിയായിരുന്നു 2025 സെപ്റ്റംബർ 1 വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകർക്കും ഇനി സർവീസിൽ കയറാനായിട്ട് പോകുന്ന അധ്യാപകരും നിർബന്ധമായിട്ടും ടെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു വിധിയാണ് 2025 സെപ്റ്റംബർ 1 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരുപാട് അധ്യാപകരെ നിലവിൽ ടെറ്റ് ഇല്ലാതെ, അതായത് ടെറ്റിനേക്കാൾ ഉയർന്ന യോഗ്യതകളുള്ള അധ്യാപകർ എവിടെ കയറിയിട്ടുണ്ട്, നമ്മുടെ സ്കൂളുകളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ആ അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടാണ് നമ്മുടെ സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ വിധിനെ നമുക്കൊരു റിവ്യൂ പെറ്റീഷൻ ആയിട്ട് പല സംസ്ഥാന സർക്കാരുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റിവ്യൂ പെറ്റീഷൻ പുനർപരിശോധിച്ചുകൊണ്ടുള്ള അവസാന വിധിയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ടെറ്റ് എന്ന് പറയുന്നത് വളരെ നിർബന്ധകരമായിട്ട് ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാം തന്നെയാണ്. ടെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ എങ്ങോട്ടേക്ക് എത്തിയാൽ മതി, ടീച്ചേഴ്സ് ആയിട്ട് സ്കൂളുകളിലേക്ക് എത്തിയാൽ മതി എന്നുള്ളത് തന്നെയാണ് സുപ്രീം കോടതി വീണ്ടും ഉറപ്പിച്ചു പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരുകൾ കൊടുത്തിട്ടുള്ള റിവ്യൂ പെറ്റീഷനുകളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്, റിജക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രാജ്യത്തെ സർവീസിലിരിക്കുന്ന 25 ലക്ഷത്തിലധികം അധ്യാപകരെ ബാധിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ നിലവിൽ സർവീസിലിരിക്കുന്ന അധ്യാപകരും ഇനി സർവീസിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന അധ്യാപകരും നിർബന്ധമായിട്ടും ടെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് അന്തിമമായിട്ടുള്ള ഒരു വിധിയായിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ടെറ്റ് പുനർപരിശോധന ഹർജി തള്ളിയിരിക്കുകയാണ് സുപ്രീം കോടതി. ഇനി നമ്മുടെ അധ്യാപകർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുക്കലാണ്. ക്യൂറേറ്റീവ് പെറ്റീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, സുപ്രീം കോടതി ഒരു കേസിൽ അന്തിമ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്കറിയാം, അതിന് മുകളിലോട്ട് നമുക്ക് ഇനി അപ്പീൽ പോകാനായിട്ടില്ല. അപ്പോൾ ആ നിലവിലുള്ള വിധിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ടോ, അതിൽ നീതി ഉറപ്പാക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂറേറ്റീവ് പെറ്റീഷൻസ് കൊടുക്കുന്നത്. പക്ഷേ ക്യൂറേറ്റീവ് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാലും ടെറ്റിന്റെ കാര്യത്തിൽ ഇനിയൊരു ഇളവ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം സുപ്രീം കോടതി അത്രയും നിർബന്ധപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ് ടെറ്റ് യോഗ്യത എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 1 സുപ്രീം കോടതി ഇത്തരത്തിൽ ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു വിധി വന്നപ്പോൾ നിലവിലുള്ള അധ്യാപകർക്ക് ഒരു 2 വർഷത്തെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ടെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് 2 വർഷത്തെ സമയമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് 2027 ഓഗസ്റ്റ് 31 മുന്നേ ടെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ പുനർപരിശോധന ഹർജി തള്ളിയിട്ട് അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 3 വർഷത്തെ സമയമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 2028 ഓഗസ്റ്റ് 31 എന്ത് ചെയ്താൽ മതി, ടെറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി എന്നാണ് പുതിയതായിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെ പോയി കഴിഞ്ഞാലും ഇനി നിലവിലുള്ള അധ്യാപകരാണെങ്കിലും അതേപോലെ തന്നെ അധ്യാപക ജോലിയിലോട്ട് പ്രവേശിക്കാൻ പോകുന്നവരും ടെറ്റ് നിർബന്ധമായിട്ടും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമുക്കതിന് മുകളിലോട്ട് സെറ്റോ അതല്ലെങ്കിൽ നെറ്റോ PhD ക്വാളിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ മുൻപേ നമുക്കറിയാം ടെറ്റിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നിലവിൽ അങ്ങനെയല്ല, നമുക്ക് ടെറ്റ് യോഗ്യത നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കാനായിട്ട് പോകുന്നത് നിലവിലുള്ള അധ്യാപകരെ തന്നെയാണ്. സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം 2028 ഓഗസ്റ്റ് 31 മുന്നേ ഈ ഒരു യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ അവരുടെ സർവീസ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അടുത്ത കേഡറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇപ്പോൾ നമുക്കറിയാം, ഫെബ്രുവരിയിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു കേഡറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാം അധികം വൈകാതെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ല രീതിക്ക് പഠിക്കുക. ഇനി അതല്ല, അടുത്തൊരു എക്സാം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത കേഡറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് നടത്തുക. ഉള്ള സമയം എന്ത് ചെയ്യുക, മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക. ഇനിയിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള കുട്ടികൾ കേട്ടിട്ട് യോഗ്യത നിങ്ങൾ ഇതുവരെ നേടിയെടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു യോഗ്യത നേടിയെടുക്കുക. സൈലം ടീച്ചിങ് എക്സാംസിലെ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 1 കാറ്റഗറി 2 കാറ്റഗറി 3 മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ബാച്ചുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടറ്റ് 3 നാച്ചുറൽ സയൻസ്, കേട്ടറ്റ് 3 സോഷ്യൽ സയൻസ്, കേട്ടറ്റ് 3 ഫിസിക്കൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ബാച്ചുകളാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ കൂടുതലായിട്ട് ടഫ് ഉള്ളത് ആ ടോപ്പിക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിച്ചു പോകാനായിട്ട് പറ്റും. കംപ്ലീറ്റ് നമ്മുടെ സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ PYQs എല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള സെഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. റിവിഷൻ ക്ലാസ്സസും എക്സാംസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഈ ഒരു ബാച്ചിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, അടുത്ത കേറ്ററ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വളരെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ പഠനം ഒന്നും കൂടെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം കേട്ടറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് SCERT ടെസ്റ്റുകളാണ്. സോ SCERT ഫാക്ട്സ് എന്താണോ നിങ്ങൾ ആ ഒരു എക്സാമിന് പഠിക്കേണ്ടത് അതിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു റാങ്ക് ഫയൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അതായത് കേട്ടറ്റ് കാറ്റഗറി 1നും കേട്ടറ്റ് കാറ്റഗറി 2നും ഒരു 6 പുസ്തകങ്ങളിലായിട്ട് 12 വിഷയങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ പഠനത്തിനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനും വേണ്ടത് മാത്രം പഠിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു റാങ്ക് ഫയൽ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പഠിച്ചിട്ട് പോവുക. വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വരാൻ പോകുന്ന കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ റാങ്ക് ഫയലിനെ കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9995100800 എന്ന് പറയുന്ന ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ കോഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ റാങ്ക് ഫയലിനെ കുറിച്ചും നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് ചോദിക്കുക, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമ്മുടെ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചിങ് എക്സാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.